ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആൻഡ്രൂ യുലൈൻ കമ്പനി ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസി ഇതിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ 5 വർഷത്തേക്ക് കോൺട്രാക്ട് ബേസിൽ കരാർ അടിസ്ഥാനത്തിലും വിളിച്ചിട്ടുണ്ട്. 2 രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെർമനന്റ് വാക്കൻസി ഉണ്ട്, ഒട്ടനവധി സാലറി, അതുപോലെ സാലറിക്ക് പുറമെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വിട്ട് കളയേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി നമ്മൾ അറ്റ്ലീസ്റ്റ് 2 വീഡിയോ ഒക്കെ മിനിമം ചെയ്ത് വരുന്നുണ്ട് മാക്സിമം ടൈമിനനുസരിച്ച്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക. മാക്സിമം നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ 8 നോട്ടിഫിക്കേഷൻ ആണെന്ന് വീഡിയോയിൽ പറയുന്നത്. ഇത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 നോട്ടിഫിക്കേഷൻ ആണുള്ളത്. ഓരോന്നും നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് 8 നോട്ടിഫിക്കേഷൻ പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് സീക്ക് ചെയ്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ മിസ്സാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ നോക്കിയിട്ടും കണ്ടും കാണുക. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കാണാം, ആൻഡ്രൂ യുലൈൻ കമ്പനി ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. റിക്രൂട്ട്മെന്റ് നമ്പർ ഇവിടെ കാണാം 2/2025/2. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാണാം പെർമനന്റ് വാക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടി ഡിവിഷനിലേക്കാണ് നിങ്ങളുടെ കാണാൻ ടീ ഗാർഡൻ അസിസ്റ്റന്റ് മാനേജർ E1 ആൻഡ് E2 ഗ്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 4 വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാന്റേഷൻ മാനേജ്മെൻറ്റിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക, ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലുള്ള ഗ്രാജുവേഷൻ, അതായത് BE or BTech, നിങ്ങൾക്ക് എനി ഡിസിപ്ലിനാണ്. ഇന്ന ഡിസിപ്ലിൻ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എനി ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ബയോ സയൻസിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി സയൻസിൽ ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BSc ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത് എനി ഡിസിപ്ലിനാണ്. ഇതാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും പാട് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ പാടുണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ മതി. ഇനി നിങ്ങൾക്ക് അത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിലുള്ള 2 വർഷം ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമയോ PG ഡിഗ്രിയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പാട് എന്താണ് ഒരു മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ അത് മാൻഡറ്ററി അല്ല, നിർബന്ധമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജസ്റ്റ് ഗ്രാജുവേഷനാണ് ഈ പറഞ്ഞ രീതിയിലുള്ള. ഇത് ഈ പറയുന്ന PG ഡിപ്ലോമയോ PG ഡിഗ്രിയോ നിങ്ങൾക്ക് HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സയൻസിലോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കുറച്ചും പാടെ എന്തുണ്ടായിരിക്കും, ഇതിലേക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് നോക്കാം. അടുത്തത് ഇതിൻ്റെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്ക് മിനിമം 2 അല്ലെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. മിനിമം 2 അല്ലെങ്കിൽ 3 വർഷം. അപ്പം 2 വർഷമാണെങ്കിൽ E1 മറ്റേതിൽ E2 ഇട്ടിട്ടാണ് അതിൻ്റെ ഗ്രേഡ് വ്യത്യാസം ഉണ്ടാകും. അപ്പം നിങ്ങൾക്കതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ മിനിമം 2 അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് വേണം. അതിൽ E1 E2. E1 നിങ്ങൾക്ക് 32 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. E2 ആണെങ്കിൽ 37 വയസ്സ് വരെയും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ജോബ് റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ട് കാണാം. E1 ആണെങ്കിൽ 40,000 മുതൽ 1,40,000, E2 ആണെങ്കിൽ 50,000 മുതൽ 1,60,000. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് അത് ഒട്ടനവധി അലവൻസും DHR തുടങ്ങിയ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എക്സ്ട്രാ. പിന്നെ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം റിസർവേഷൻ OBC SC ST അതുപോലെ EWS കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചയമുള്ള ഏജിൽ റിസർവേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് കേട്ടോ. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ട് കണക്കാക്കാം. നമുക്ക് ഇവിടെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് April 9 മുതൽ April 30 വരെയാണ്. അപ്പോൾ നമുക്ക് April 9 നമുക്ക് കണക്കാക്കിയിട്ട് നിങ്ങളുടെ ഏജ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ April 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് April 30 ആണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഫിനിഷ് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാം അപ്ലൈ ചെയ്യേണ്ട കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോയുടെ അവസാനം കാണിക്കാം, എല്ലാ നോട്ടിഫിക്കേഷനും പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. ഇതൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ പറയുന്നതുകൊണ്ട് അതിൽ എന്തെങ്കിലും പോരായ്മകൾ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഞാനതിൽ എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ കട്ട് ചെയ്ത് ഒഴിവാക്കി പിന്നെ നമ്മളത് എക്സ്ട്രാക്ട് എടുക്കാൻ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ ആ സമയം പാടെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഒരു ദിവസം ആദ്യമൊക്കെ നമ്മളൊരു ദിവസം ഒന്നൊക്കെയാണ് ചെയ്തിരുന്നത്, എഡിറ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ അഡ്വർടൈസ്മെൻറ്റ് 2024/3 ആണ്. ഓക്കെ,
നേരത്തെ 2025 ഇല്ല, ഇത് ഞാൻ എടുത്ത് മാറിപ്പോയാൽ നോക്കട്ടെ. ഇല്ല, ഏപ്രിൽ 9 ഏപ്രിൽ 30 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. 2025 തന്നെയല്ലേ? ഓക്കെ, 2025, യെസ്. ഓക്കെ, അപ്പോൾ 2025 തന്നെയാണ്, അതായത് കറണ്ട് ഓപ്പണിംഗ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ 2024 3 അതിൻ്റെ അഡ്വർടൈസിംഗ് നമ്പർ വന്നിരിക്കുന്നത്. ഇത് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ് കേട്ടോ, കരാർ അടിസ്ഥാനത്തിലുള്ള. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ ഗ്രേഡ് 1 അസിസ്റ്റൻറ്റ് ഓഫീസർ, ഗ്രേഡ് 1 പർച്ചേസിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് 5 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ S2 ഗ്രേഡാണ്. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലൊക്കേഷനൊക്കെ ആണെങ്കിൽ കല്യാണി വെസ്റ്റ് ബംഗാളിലായിരിക്കും. ഒരു വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ജസ്റ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക, 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി BBA ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് BSc BA BCom ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റ് ഒരു മാറ്റർ അല്ല, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഒരു മാറ്റർ അല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ ഉണ്ട് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി BBA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. BBA ഡിപ്ലോമ അല്ല കേട്ടോ, സോറി, BBAയിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ വെച്ച് അപ്ലൈ ചെയ്യാം. അതുപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ ആർട്സ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് കൊമേഴ്സ്, അപ്പം നിങ്ങൾക്ക് BA BSc അല്ലെങ്കിൽ BCom ഈ പറയുന്ന ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് ഇന്ന സബ്ജക്റ്റ് ആയിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് അത്യാവശ്യം അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് ഒരു 40,000 മുകളിൽ നമുക്ക് സാലറി മന്ത്ലി പ്രതീക്ഷിക്കാം. പിന്നെ DHR തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ 38 മാക്സിമം ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ ഏപ്രിൽ 9 കണക്കാക്കി നിങ്ങൾക്ക് 38 കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 5 വർഷത്തേക്കാണ് പീരീഡ് ഓഫ് ടൈം അതിൻ്റെ കോൺട്രാക്റ്റ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാണാൻ 2024/3 ഇതിൻ്റെ അഡ്വർടൈസ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് 2000 ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കേട്ടോ, 2024/3 അഡ്വർടൈസ് നമ്പർ വന്നത്. ഇതും നമുക്ക് സെയിം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ മാറിയിട്ടില്ല. അതെന്തോ ഇനി അവർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. രണ്ടും സെയിം അഡ്വർടൈസ് നമ്പറാണ്. ഓക്കെ, പക്ഷേ പോസ്റ്റ് വ്യത്യാസമുണ്ട്, കൂടെ കാണാം. അഡീഷണൽ എഞ്ചിനീയർ ആണ്, മെയിൻ്റനൻസ് ആണ്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. ഇതും വെസ്റ്റ് ബംഗാളിലാണ് ലൊക്കേഷൻ. അപ്പോൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അത് കോൺട്രാക്ട് ബേസിൽ കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി തന്നെയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ രണ്ടുണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിൽ നമുക്കൊരു 60,000 രൂപയുടെ അടുത്തൊക്കെ മന്ത്ലി സാലറി പ്രതീക്ഷിക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് 42. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇത് 2 ഗ്രേഡ് ഉണ്ട്. S4 42, ദെൻ S5 ആണെങ്കിൽ 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളെ എന്താണ് പറയുക എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ S5 ഇടുക. അപ്പോൾ നിങ്ങൾക്ക് സാലറിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഏജിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം എക്സ്പീരിയൻസ് കൂടുമ്പോൾ നിങ്ങൾക്ക് 44 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മിനിമം 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 42 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെയാണ് ഏപ്രിൽ 9 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30. അപ്പോൾ 3 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, 4ാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാം. അഡ്വർടൈസ് നമ്പർ ഇതും 2024/3 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടായിരിക്കും അതേ സെയിം നമ്പർ വന്നിരിക്കുന്നത്. പക്ഷേ അത് ഡിഫറെൻറ്റ് PDF-ലാണ് വന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിസ് ആണ് ഇതിലും വിളിച്ചിരിക്കുന്നത്. S1 or S2 ഗ്രേഡ് വിളിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 നിങ്ങൾക്ക് കാണാം പ്രൊഡക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. 5 വർഷത്തേക്ക് 2 വേക്കൻസി ഉണ്ട്. വെസ്റ്റ് ബംഗാളിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. ഇതിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. S1 ആണെങ്കിൽ. S2 ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഓക്കെ ഇവിടെ മിനിമം 2 ഇയർ 0 to 2 ഇയർ ആണ് കേട്ടോ. സോറി, ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഫോർ S1 ടെസ്റ്റ്. അപ്പോൾ അതായത് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർ S1 ഗ്രേഡിലാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 39,000 പെർ മന്ത് ഉണ്ടാവും. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് 40,000 പെർ മന്ത് ഉണ്ടാവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നമ്മൾ പേ സ്കെയിൽ വ്യത്യാസം ഉണ്ടാകും. S1 ഇടാം. എക്സ്പീരിയൻസ് 2 വർഷം ഉണ്ടെങ്കിൽ S2 ഇടും. അത്രേ വ്യത്യാസമുള്ളൂ. ഇത് നമ്മൾ കോൺട്രാക്ട് ബേസിലാണ് 5 വർഷത്തേക്കാണ്. ഇതിൻ്റെയും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണിക്കാം.
ഏപ്രിൽ 9 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം കഴിഞ്ഞു? 4 എണ്ണം കഴിഞ്ഞു. ഓക്കെ, 4 എണ്ണം കഴിഞ്ഞു. ഇനി 5ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സ്ക്രീനിൽ 5ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇതിൽ നമുക്ക് കോൺട്രാക്ട് ബേസിലുള്ള കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രേഡ്, അസിസ്റ്റൻറ്റ് ഓഫീസർ ഗ്രേഡ് 2 കോൺട്രാക്ട് ബേസിലാണ് 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഇതിൽ S1 ഗ്രേഡിലേക്കാണ് ഫ്രഷേഴ്സിനാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഫ്രഷേഴ്സാണ്, യാതൊരു എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട്, കമ്പ്യൂട്ടറൊക്കെ ബേസിക് അറിഞ്ഞാൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ, എനി ഡിസിപ്ലിനാണ്, അതായത് എനി സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് സബ്ജക്റ്റ് അവിടെ മാറ്റർ അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ചാൻസ് ഒക്കെ മുതലെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ കോൺട്രാക്ട് ബേസിലാന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട, 5 വർഷത്തേക്കാണ് കോൺട്രാക്ട് ബേസ്. അത് മാത്രമല്ല അവിടെ തന്നെ പെർമനൻറ്റ് വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രിഫറൻസും ഒക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ, നമുക്കൊരു പ്രയോറിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അനുസരിച്ച് ചെയ്യാട്ടോ. ഇനി അടുത്തത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി BBA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഗ്രാജുവേറ്റ് നേരത്തെ പറഞ്ഞ പോലെ BSc BA BCom ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും എനി സബ്ജക്റ്റ് എനി ഡിസിപ്ലിൻ ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BA നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 39,000 പെർ മന്ത് നമുക്ക് സാലറി, പിന്നെ HR മറ്റു അലവൻസ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ 36 ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വാക്കൻസിയുടെ എണ്ണം നോക്കി നിങ്ങൾ നിൽക്കരുത്, മാക്സിമം അപ്ലൈ ചെയ്യുക. കാരണം ഇതിലേക്കൊന്നും ഒരുപാട് അപേക്ഷകളൊന്നും വരാൻ സാധ്യതയില്ല, എല്ലാവരും അറിയില്ലത്. ഏപ്രിൽ 9 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെയാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ വീഡിയോസ് ഒന്നും വല്ലാതെ വന്നിട്ടുണ്ടാവില്ല. ഏപ്രിൽ 30 കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. ഇതിനടുത്ത് നമ്മൾ 6ാമത്തെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 6ാമത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒരൊറ്റ സ്ട്രെച്ചിൽ പറയാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് താങ്ക്സ് ബട്ടണൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം പലരും നമ്മൾ റെലവൻ്റ് അല്ലാത്ത ടോപ്പിക്കൊക്കെ കാണുന്നതിന് നമ്മൾ ഫിലിമിന് ഇതിനൊക്കെ താങ്ക്സ് ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫാൻ ബേസിലാണ് കൊടുക്കുക. പക്ഷേ നിങ്ങൾ നമ്മളെപ്പോലെ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് കുറച്ചും പാടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന ആ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പി പിടിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാരണം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ വ്യൂസ് കണ്ടാൽ മനസ്സിലാക്കാം എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പാടുണ്ട്, നമുക്ക് കുറച്ചും പാട് എന്തായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ എത്തിക്കാനുള്ള ഒരു നമുക്കതൊന്നൊരു ഒരു താല്പര്യം എന്നല്ല, നമുക്കതിനോട് കുറച്ചും പാടൊരു ഇത് കാണിക്കും. നമ്മൾ നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അതിനോടും ആ ഒരു സെയിം നിങ്ങൾ കാണിക്കുന്ന നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ് 6ാമത്തേൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എഞ്ചിനീയറാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്, ഗ്രേഡ് 2 ഗ്രേഡ് 1 ആണ്. ഇത് 5 വർഷത്തെ കോൺട്രാക്ട് ബേസിലാണ്. ഇതിൽ S1 S2 ഗ്രേഡ് ഉണ്ട്. ഇതിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. S1ലേക്കാണ് ഫ്രഷേഴ്സിന് എടുക്കുക. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ S2. ഇതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2 വേക്കൻസിയാണ്. അത് വെസ്റ്റ് ബംഗാളിലാണ് വേക്കൻസി. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫ്രഷേഴ്സിനാണെങ്കിൽ 39,000 ആവറേജ്. ദെൻ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 42,000 പെർ മന്ത്. ഫ്രഷർ ആണെങ്കിൽ നമുക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിവിധ കമ്പനി ഡിവിഷനിലേക്കൊക്കെയാണ് എടുത്ത് വിളിക്കുക. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏപ്രിൽ 30 കേട്ടോ. ഇതിനടുത്ത് നമ്മൾ ഇപ്പോൾ 6ാമത്തല്ല, ഇനി 7ാമത്തത്. ഓക്കെ, 7ാമത്തത് അങ്ങനെ നമ്മൾ കഴിയാനായി. 7ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 7ാമത്തെ നോട്ടിഫിക്കേഷൻ കൂടെ കാണാം. കോൺട്രാക്ട് ബേസിസും ഇവിടെ പറയുന്നുണ്ട്, പെർമനൻറ്റ് റോൾ എന്നും പറയുന്നുണ്ട്. T ഡിവിഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഞ്ചിനീയർ, നിങ്ങൾക്ക് ഇൻസ്പെക്ഷനിലാണ് 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം ഗ്രാജുവേറ്റ് ഡിഗ്രി. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം, അതല്ലെങ്കിൽ ഡിപ്ലോമ. ഓക്കെ, അതായത് BE or BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BE or BTech ഉണ്ടെങ്കിൽ വെച്ച് അത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് മാത്രം പോരാ. ഇതിലേക്ക് നിങ്ങൾ ഈ പറയുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. സർട്ടിഫിക്കറ്റ് ലെവൽ 2 വിഷ്വൽ ടെസ്റ്റിംഗ്, അതുപോലെ ലിക്വിഡ് പെനട്രേറ്റിംഗ് ടെസ്റ്റിംഗ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ തുടങ്ങിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലെവൽ 2 നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും പാടെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മാൻഡറ്ററി ആണ്, നിർബന്ധമാണ്.
2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. കൂടാതെ നിങ്ങൾക്ക് ഏകദേശം ഒരു 42,000 പെർ മന്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 38 ഏജ് ലിമിറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാം ഏപ്രിൽ 30. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. ഈ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പെർമനൻറ്റ് വേക്കൻസിയാണ്. പക്ഷേ ഇതിലേക്ക് 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് നിയമത്തിലുള്ള ബിരുദമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആരുണ്ടെങ്കിൽ അത് അവർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും ഡേറ്റും കാര്യമൊക്കെ സെയിം തന്നെയാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതവിടെ കാണാം നിങ്ങൾക്ക് ഏപ്രിൽ 30. ഓക്കെ, അപ്പോൾ ഇത്രയും 8 നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാങ് ആവും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. 8 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നിങ്ങൾക്കൊരു എന്താ പറയുക, ബോറിംഗ് ആയിരിക്കും എങ്കിലും എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ജിയോസി എജുലാൻഡിൻ്റെ ഹോം പേജിലാണ് നിങ്ങൾ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും മതി കേട്ടോ. ഗൂഗിളിൽ ജിയോസി എജുലാൻഡ് എന്ന് അടിച്ചാലും മതി. ഈ പേജിലേക്ക് കയറാൻ പറ്റും, വെബ്സൈറ്റിൽ കയറാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഷോർട്ടായിട്ട് കൊടുക്കുന്നത് AYCL എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോസ്റ്റ് നെയിം നിങ്ങൾക്ക് കാണാം AYCL. ഇനി ഇത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല, ഇത് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ AYCL എന്ന് അടിച്ചെടുത്താലും മതി സെർച്ച് ബാറിൽ. ഇനി നമ്മൾ വീഡിയോ സബ്മിറ്റ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ അത് ഇവിടെ കാണില്ല, താഴോട്ട് വരും. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്തായിരുന്നു നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം. ഇവിടെ AYCL എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം, നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇങ്ങനെ വരിക. ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം, അപ്ലിക്കേഷൻ ഫോം കാണാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ പേജിലേക്കാണ് പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ഓപ്പണിങ്സ് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ജോബ് ഡീറ്റെയിൽസ് എടുത്താൽ മതി. ഓരോ ജോബ് ഡീറ്റെയിൽസ് എടുത്താൽ ഓരോ നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആകുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഇവിടേക്ക് 8 എണ്ണത്തിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ, എക്സ്പയർ ആയിട്ടാണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതാണ് നമ്മളത്. ഇനി അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടുത്തതാണ് അവിടെ ക്ലിക്ക് എന്നുള്ളടുത്ത് ഓപ്പൺ ആക്കാം. അവിടെ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിലുള്ളതാ 1 സീരിയൽ നമ്പർ 1 മുതൽ കാണാം. 8 നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതിലേക്കാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ നോക്കാവുന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം, മാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ഏതിലേക്കാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, പേജ് ലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണിക്കും, പേര് കൊടുക്കുക. അതുപോലെ പോസ്റ്റ് ആദ്യം ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇല്ല, ഇതിൽ തന്നെ E1 മീറ്റും ഉണ്ട്, അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫാദറിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. E1 ആൻഡ് E2, യെസ് E1 ആൻഡ് E2 ഉണ്ട് കേട്ടോ. ഇതിൽ 2 ഗ്രേഡ് ഉണ്ട്, E1 ആൻഡ് E2 ഉണ്ട്. ഓക്കെ, E1 2 വർഷത്തെ എക്സ്പീരിയൻസ്, E2 ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ കൊടുക്കട്ടോ. ഏതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് അത് കൊടുക്കാം. നിങ്ങളുടെ പേര്, അതുപോലെ ഫാദറിൻ്റെ പേര്, ഫാദറിൻ്റെ ജോലി അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി, പെർമനൻറ്റ് അഡ്രസ്സ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാം കേട്ടോ. ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ കുറച്ച് എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഇതിലേക്ക് അപേക്ഷാ ഫീസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവർ പറയുന്നില്ല. അപ്പോൾ അപേക്ഷാ ഫീസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, ഫോളോ ചെയ്തിട്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ട് മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം കോൺടാക്ട് ചെയ്യാം. ഇത്രയാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.